Hello guys, welcome back to our YouTube channel. ഇന്ന് നമുക്ക് ട്രോപ്പിക് വെറൈറ്റി ആമ്പൽ പൂക്കളെ കണ്ടു നോക്കാം. ഇത് രണ്ട് മൂന്ന് കളറുകളുള്ള ആമ്പൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ 2 കളറേ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തതായി വിരിയും. ഇതിൽ നിറയെ ഇപ്പോൾ കാണുന്നതിൽ നിറയെ ഇതളുകളുണ്ടല്ലോ. നല്ല ഭംഗിയാണ് കാണാൻ. എന്നും വിരിയുന്ന ആമ്പലുകളാണ്. ഒരു ടബിൽ ഞാൻ വെള്ള കളറ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതാ വെള്ള പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടല്ലോ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ദിവസവും വിരിയണ നല്ലൊരു പൂക്കളാണ്. ഇതിൻ്റെ ഇലയിൽ നിന്ന് തന്നെ തൈകളൊക്കെ ഉണ്ടാക്കാം. കൂർത്ത മുനകൾ പോലെയുള്ള ഇതളുകളുള്ളതാണ്. അതിമനോഹരമായ പൂക്കളാണ്. ആമ്പൽ വളർത്തുമ്പോൾ നമ്മൾ വയലിലെ മണ്ണ് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വയലിലെ മണ്ണിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് പിങ്ക് ആമ്പലാണ്. ഇത് ആമ്പൽ നടുമ്പോൾ നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള നല്ല സ്ഥലത്ത് തന്നെ വയ്ക്കണം. എന്നാലാണ് പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ആമ്പലിലെ ഇലകളിൽ നിന്ന് തന്നെയാണ് തൈ ഉണ്ടാക്കുന്നത്. നല്ല നോടുള്ള ഇലയെടുത്ത് കമഴ്ത്തിയിടുക. ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൽ തൈ വന്നു തുടങ്ങും. 2 ആഴ്ചയാകുമ്പോഴേക്കും ഇങ്ങനെ നല്ലൊരു തൈ വരും. അപ്പോൾ അതിനെ നമുക്ക് ആ ഇല മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ കാണുന്നില്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ മുളയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മളിതിനെ ചുറ്റുമുള്ള ഇലകളെല്ലാം മുറിച്ച് മാറ്റിയിട്ട് വേറെ മണ്ണിലേക്ക് വെച്ച് കൊടുക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ തന്നെയാണല്ലോ. ഇത് നമ്മൾ ടബിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 1 മാസം ആകുമ്പോഴേക്കും ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. അടുത്ത കളറ് പിങ്ക് കളറാണ്. ഇത് ഇലകളിൽ നിന്നും ഉണ്ടാവുന്നതല്ല, കിഴങ്ങിൽ തന്നെ ട്യൂബറിൽ നിന്ന് തന്നെ തൈകൾ ഉണ്ടാവുകയുള്ളൂ. എന്നും പൂക്കളുണ്ടാവും. 2ഉം 3ഉം പൂക്കളായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല അതിമനോഹരമായ പൂക്കളാണ്. ഇത് മഞ്ഞ ആമ്പലാണ്. ഇതിൽ നിന്നും തൈകളുണ്ടാവാൻ വളരെ പ്രയാസമാണ്. എന്നും പൂക്കളുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ടബിൽ പൂച്ചട്ടി വെച്ചിട്ട് അതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നേരിട്ടിട്ട് മണ്ണ് വെച്ചിട്ട് അതിലും ഉണ്ടാക്കാം. പിന്നെ അതുപോലെ ടബിൽ പൂച്ചട്ടി ഇറക്കി അതിലും മണ്ണ് നിറച്ചിട്ട് ഉണ്ടാക്കാം. നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ്. ദിവസവും വിരിയും.